ഹലോ ഗൈസ്, സുജീസ് റിവ്യൂസ് ആൻഡ് റിയാക്ഷൻസിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോ ഞാൻ സാധാരണ ചെയ്യുന്നതിൽ വെച്ച് ഒരു വ്യത്യസ്തമായൊരു വീഡിയോ ആണ്, ഒരു വ്ളോഗാണിന്ന്. നമ്മൾ ഫാമിലി ആയിട്ടിന്ന് പൊന്മുടി പോകാനായിട്ട് പ്ലാൻ ഇട്ടേക്കാണ്. എൻ്റെ അച്ഛൻ വരുന്ന ബുധനാഴ്ച, അതായത് ഡിസംബർ 4-ാം തീയതി പുറത്തോട്ട് പോകുന്നതുകൊണ്ട് അച്ഛൻ പോകുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഫാമിലി ആയിട്ട് എല്ലാവർക്കും കൂടെ ഒന്ന് പുറത്തോട്ട് പോകുന്ന കരുതിയപ്പോഴത്തേക്കാണ് പൊന്മുടി നമ്മുടെ മനസ്സിലേക്ക് വന്നത്. നമ്മൾ ഇന്നിപ്പോൾ കല്ലറ പരപ്പിലാണ്, എൻ്റെ അച്ഛൻ്റെ സ്ഥലത്ത്. അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ പോകാനായിട്ട് നിൽക്കുന്നത്. ഇവിടെ നിന്ന് ഏകദേശം ഒരു 52 കിലോമീറ്റർ ഉണ്ടെന്നാണ് അറിഞ്ഞത് പൊന്മുടി പോകാനായിട്ട്. അപ്പോൾ നമുക്ക് വ്ളോഗിൽ കാണാം. നമ്മൾ എല്ലാവരും ഉണ്ട്. നമ്മളെ പാറൂസ് വൈകുന്നുണ്ട്. പാറൂസൊക്കെ പോകാനായിട്ട് റെഡിയായി നിൽക്കുകയാണ്. പാറൂസ് ഒരു ഹായ് പറഞ്ഞു. ഹായ് പറ, ഹായ് പറ, ഹായ് പറ, ഹായ് ഹായ് മാ. അപ്പം നമ്മുടെ പാറൂട്ടിയും വിനീത് മാമനും എല്ലാവരും ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് പാറൂട്ടിയുടെ അടുത്തൊന്ന് ക്യാമറ ഇട്ട് നോക്കാൻ പറഞ്ഞപ്പോഴത്തേക്ക് അവൾ കാണിക്കുന്ന ചെറിയ ഷോ ഓഫ് ഒക്കെ നമ്മളെ കാണുന്നത്. ഇത് മാത്രമല്ല, നമ്മൾ അമ്പൂട്ടനും ഉണ്ടായിരുന്നു. അമ്പൂട്ടൻ പക്ഷേ ഉറക്കത്തിലായിരുന്നു ഈ ടൈമിലൊക്കെ. അതിൽ നമ്മളവിടെ വരുന്നത് ആരൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. നമ്മുടെ വിനീത് മാമനെ ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു. വിനീത് മാമനും എല്ലാവരും റെഡി ആയിട്ടിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ വിനീത് മാമൻ. ഇത് നമ്മുടെ പൊടി, എൻ്റെ മുറപ്പെണ്ണാണ്. ഇത് മാളു എൻ്റെ മുറപ്പെണ്ണാണ്. ഇതെൻ്റെ അമ്മ, എൻ്റെ സ്വന്തം അമ്മ. പിന്നെ നമ്മൾ പോണ വഴിക്ക് കഴിക്കാനായിട്ട് ഫുഡൊന്നും വെളിയിൽ നിന്ന് മേടിക്കാണ്ടിരിക്കാൻ വീട്ടിൽ നിന്ന് തന്നെയാണ് പാക്ക് ചെയ്തുകൊണ്ട് പോയത്. നമ്മളെല്ലാവരും വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അമ്മ, അതുപോലെ തന്നെ അമ്മാമ്മ, അച്ഛൻ. ഇതിപ്പോൾ എൻ്റെ അമ്മുമാമിയാണ്. അമ്മുമാമി, പാറൂട്ടി. നമ്മുടെ വണ്ടിയിലുണ്ടായിരുന്നത് ഞാനും, അതിനൊക്കെ അമ്മുമാമി, അതുപോലെ മാളു, അമ്മാമ്മ, പിന്നെ നമ്മുടെ ഷിജുമാമനാണ് കാർ ഓട്ടിക്കുന്നത്. മാമനായിരുന്നു ഡ്രൈവ് ചെയ്തത്. നമ്മൾ നേരെ അവിടെ നിന്ന് വണ്ടിയെടുത്ത് നമ്മൾ പരപ്പിൽ നിന്ന് തിരിച്ച് നേരെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മൾ ചെല്ലഞ്ചി പാലം, ഈ അടുത്തായിട്ട് ഒത്തിരി പ്രസിദ്ധമായ ചെല്ലഞ്ചി എന്ന് പറയുന്ന പരപ്പിലൊരു പാലമാണത്. അപ്പോൾ ആ പാലമൊക്കെ കടന്ന് നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നല്ല മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ട് നമ്മളിങ്ങനെ നമ്മുടെ പൊന്മുടി ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ പോകുന്ന വഴിയൊക്കെയാണ് ഞാൻ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് ഇത് കണക്കുള്ള വളവും തിരിവുമൊക്കെയാണ് അവിടെ നിന്ന് വരുന്നത്. അവിടെ നിന്ന് വരുന്ന ഒരു ഷോർട്ട് കട്ടാണിത്. അപ്പോൾ ഇവിടോട്ട് കയറിയപ്പോഴത്തേക്കാണ് നമ്മുടെ ഷിജി മാമനിൽ നിന്നൊരു അറിവ് എനിക്ക് കിട്ടിയത്. അതായത് പടക്ക നിർമ്മാണത്തിന് പ്രസിദ്ധി കേട്ട, അല്ലെങ്കിൽ പേര് കേട്ട ഒരു സ്ഥലത്തൂടെയാണ് നമ്മൾ ഈ പോകുന്നത്. നന്ദിയോട് ആലമ്പാറ എന്ന് പറയുന്ന സ്ഥലമാണിത്. ഇവിടെ ഒട്ടുമിക്ക പേരും പടക്ക നിർമ്മാണം ആ ഒരു തൊഴിലായിട്ട് ഏറ്റെടുത്തിരിക്കുന്ന ഒരു സ്ഥലമാണ്. ഇത് കേട്ടപ്പോൾ ഇതും കൂടെ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തണമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഈ ഒരു സ്ഥലമൊക്കെ ഞാൻ കാണിച്ചു തരുന്നത്. അവിടെ ഓരോ സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ ഇതുപോലുള്ള പടക്കക്കടകളാണ് അവിടെ ഇവിടെ ആയിട്ട്. ഇതിപ്പോൾ ഒന്നാമത്തെ പടക്കക്കട ഞാൻ നിങ്ങളെ കാണിച്ചു തന്നു. പോണ വഴിക്കാൻ ഇനി ഒരു പടക്കക്കട എടുത്താണ്ട് കണ്ടില്ലേ. ഇനി അങ്ങോട്ട് പോണ വഴിക്കാൻ ഒട്ടുമിക്ക പടക്കക്കടകളാണ്. അങ്ങോട്ട് പോണ വഴിക്കാൻ ഇതുപോലെ റൈറ്റ് സൈഡിലായിരുന്നാലും ലെഫ്റ്റ് സൈഡിലായിരുന്നാലും ഒരുപാട് ഇതുപോലുള്ള പടക്കക്കടകൾ കാണാനായിട്ടുള്ളൊരു അവസരം എനിക്ക് കിട്ടി. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സ്ഥലം നമ്മുടെ ട്രിവാൻഡ്രത്ത് ഇത് കണക്ക് ഒരു സ്ഥലത്തുണ്ടെന്നുള്ള കാര്യം അറിയുന്നത്. മാമനിൽ നിന്ന് കിട്ടിയ അറിവ് വെച്ചിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ തെക്കൻ കേരളത്തിലെ ഒരു ശിവകാശി എന്ന് വേണമെങ്കിൽ നമ്മുടെ ഈ ഒരു നന്ദിയോടുള്ള ആലമ്പാറ നന്ദിയോടെന്ന് പറയുന്ന ഈ ഒരു പ്രദേശത്തെ നമുക്ക് വിളിക്കാം. കാരണം അവിടെ ഉള്ള എല്ലാവരും പകുതിയിൽ കൂടുതൽ പേരും ഇതുപോലുള്ള പടക്ക നിർമ്മാണം അങ്ങനത്തെ ഒരു തൊഴിലിലൂടെയാണ് അവർ ജീവിച്ചു പോകുന്നത്. അവിടെ ഈ ഒരു റൂട്ട് കയറിയപ്പോൾ പോലും ആ വഴിയും അവിടെ ഇവിടെ ആയിട്ടൊക്കെ പടക്കക്കടകൾ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾക്ക് നേരെ നന്ദിയോട് കയറിയിട്ട് അവിടെ റൈറ്റ് കയറി നമ്മുടെ തങ്കച്ചൻ വിതുര അറിയത്തില്ല. അപ്പോൾ നമ്മുടെ വിതുര ആ ഒരു പ്ലേസ് വഴിയാണ് നമുക്ക് പൊന്മുടിയിലേക്ക് പോകാനുള്ളത്. ഈ റോഡ് നേരെ ചെന്ന് നമ്മുടെ നന്ദിയോട് ജംഗ്ഷനിൽ കയറും. ഇതാണ് നന്ദിയോട് ജംഗ്ഷൻ. ഇവിടെ നമ്മൾ റൈറ്റാണ് പോകേണ്ടത്. റൈറ്റിലോട്ടാണ് നമ്മുടെ വിതുര ജംഗ്ഷനിലേക്കുള്ള റോഡ്. നമുക്ക് വിതുര കടന്ന് വേണം പൊന്മുടിയിലേക്ക് പോകാൻ. പൊന്മുടിയിലേക്ക് പോകുന്ന വഴിക്ക് തന്നെ നമ്മുടെ കല്ലാറിൽ മീൻമുട്ടി എന്ന് പറയുന്നൊരു വെള്ളച്ചാട്ടമുണ്ട്. അപ്പോൾ ആ ഒരു വാട്ടർഫാളിലൂടെ കയറിയിട്ടായിരിക്കും നമ്മൾ പൊന്മുടിയിലേക്ക് പോകുന്നത്. അവിടുത്തെ വിശേഷങ്ങൾ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരെ ഇപ്പോൾ അങ്ങോട്ടാണ് പോകുന്നത്. കല്ലാറിലുള്ള മീൻമുട്ടി വെള്ളച്ചാട്ടത്തിലേക്കാണ് പോകുന്നത്. അങ്ങോട്ട് പോകാനുള്ള ആ ഒരു പ്രദേശമൊക്കെ കാണുമ്പോഴത്തേക്കും നമ്മുടെ പാലോട്, നമ്മുടെ സുമതി വളം എന്നൊക്കെ പറയും. നമ്മുടെ സുമതി വളവിൻ്റെ ഏകദേശം ഒരു ചെറിയ ഒരു സാദൃശ്യമുള്ള റോഡുകളൊക്കെയാണ് അവിടെ ഉള്ളത്. നമ്മുടെ ആ ഒരു കല്ലാറ് മീൻമുട്ടിയിലോട്ട് പോണ വഴിക്ക് കാണുന്നതാണ് ഈ ഒരു റോഡെന്ന് പറയുന്നത്. പാലോട് നമ്മുടെ സുമതി വളവിൽ പോയിട്ടുള്ളവരാണെങ്കിൽ അവർക്ക് മനസ്സിലാവും. ഈ റോഡ് കാണുമ്പോഴത്തേക്ക് ഏകദേശം ആ ഒരു സുമതി വളവ് കണക്കൊക്കെ ഫീലാവും.
അതുവഴി നമ്മൾ നേരെ ചെറ്റച്ചൽ എന്ന് പറയുന്ന ജംഗ്ഷൻ എത്തിയിട്ടുണ്ട്. ഇനിയും നമുക്ക് മുന്നോട്ട് തന്നെ പോകണം വിതുര ജംഗ്ഷനിലേക്ക്. പോണ വഴിക്ക് തന്നെ മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. മഴ കണ്ടപ്പോൾ ബാക്കിയുള്ളവരെല്ലാവരും ജസ്റ്റ് ഒന്ന് പേടിച്ചു. പക്ഷേ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം വേറൊന്നുമല്ല, ഇതുപോലെ മഴ പെയ്ത് കഴിഞ്ഞിട്ട് നമ്മളെ പൊന്മുടി കയറിക്കഴിഞ്ഞാൽ നല്ല രീതിക്ക് കോടമഞ്ഞ്, അതായത് അറിയാമല്ലോ നമ്മൾ പൊന്മുടി പോകുന്നത് തന്നെ ആ ഒരു മഞ്ഞ് വീഴുന്നത് കാണാനും മഞ്ഞ് കയറി വരുന്നത് കാണാനുമായിട്ടൊക്കെയാണ് നമ്മൾ പൊന്മുടിയിലോട്ട് പോകുന്നത്. അപ്പോൾ പോകുന്ന വഴിക്ക് ഇത്രയും നല്ല മഴ പെയ്തപ്പോൾ എനിക്കൊരു ചെറിയ സന്തോഷം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ചെറിയൊരു വിഷമം ഉണ്ടായിരുന്നു. കാരണം കയറി പോകാൻ പറ്റത്തില്ലേ എന്നുള്ളൊരു ചെറിയ ടെൻഷൻ എൻ്റെ മനസ്സിനകത്തുണ്ടായിരുന്നു. പക്ഷേ മഴ പെയ്തത് കൊണ്ട് തന്നെ അവിടെ എത്തിയതിന് ശേഷമുള്ള കാഴ്ചകൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാനിപ്പോൾ പറഞ്ഞതിൻ്റെ പൊരുൾ. അപ്പോൾ പോകുന്ന വഴിക്കൊക്കെ നല്ലതുപോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല മഴ പെയ്തു. ആ ഒരു ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ചെറ്റച്ചൽ എന്ന് പറയുന്ന ഒരു ജംഗ്ഷൻ കഴിഞ്ഞപ്പോൾ തൊട്ട് മഴ തുടങ്ങിയതാണ്. നിർത്താണ്ട് നമ്മൾ ഏകദേശം മറ്റേ മീൻമുട്ടി എത്തുന്നത് വരെയും മഴ പെയ്തുകൊണ്ട് തന്നെ ഇരുന്നു. നമ്മൾ പോണ വഴിക്ക് അച്ഛന്, അതായത് എൻ്റെ അച്ഛന് ഇവിടെ ഒരു വൈദ്യശാലയിൽ അച്ഛന് ഇടയ്ക്ക് ചെറിയൊരു ഉഴിച്ചിലും പിഴിച്ചിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പോണ വഴിക്കാണ് ആ ഒരു വൈദ്യശാലയും വരുന്നത്. അപ്പോൾ അവിടെ നിന്ന് കഷായം മേടിക്കണമെന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ മറ്റ് ഒരു വണ്ടിയാണ് ആ കിടക്കുന്നത്. ഈ വണ്ടിയാണ് അച്ഛനൊക്കെ വന്നത്. അപ്പോൾ അച്ഛനൊക്കെ ഇവിടെ കഷായം മേടിക്കാനായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ജസ്റ്റ് നമ്മളൊരു 10 മിനിറ്റ് അവിടെ ഒന്ന് സ്റ്റേ അടിച്ചു. എന്നിട്ടാണ് നമ്മൾ പിന്നെ നമ്മളുടെ യാത്ര തുടർന്നത്. അപ്പോഴത്തേക്ക് പാറൂസ് എൻ്റെ മടിയിലേക്ക് ചാടി കയറി എൻ്റെ ഫ്രണ്ടിൽ ഇരുന്ന് തന്നെ പിന്നെ അവൾ യാത്ര തുടർന്നു. ഒട്ടും സമ്മതിക്കുന്നില്ലായിരുന്നു വീഡിയോ ഒന്നും എടുക്കാനായിട്ട്. അവളിങ്ങനെ വാശി പിടിക്കുന്നുണ്ടായിരുന്നു ഫോണിൽ. അവൾക്ക് കാർട്ടൂൺ കാണിച്ചു കൊടുക്കും. അങ്ങനെ നമ്മൾ നേരെ മീൻമുട്ടി എന്ന് പറയുന്ന വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് നമുക്ക് കാറ് അകത്തോട്ട് പാർക്ക് ചെയ്യാൻ പറ്റും. ഏകദേശം ഒരു 1.5 കിലോമീറ്റർ അകത്തോട്ട് നമുക്ക് കാറിൽ തന്നെ പോകാൻ പറ്റും. കാറ് കൊണ്ടുപോയി ഒരു 1.5 കിലോമീറ്റർ അപ്പുറം നമുക്ക് പാർക്ക് ചെയ്യാൻ പറ്റും. പോണ വഴിയൊക്കെ ചെറിയൊരു ഡിഫിക്കൽട്ട് ടാസ്ക് പിടിച്ച ഒരു ഓഫ് റോഡിങ് ആണ്. എന്നാലും നമുക്ക് അത്രയും ദൂരം നടക്കണ്ട എന്ന് കരുതി. അതുമാത്രമല്ല മഴയും ചെറുതായിട്ട് ചാറുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മളകത്ത് തന്നെ പാർക്ക് ചെയ്യാനായിട്ട് പോയി. പോണ വഴിക്ക് കാണുന്ന ആ ഒരു മനോഹരമായ കാഴ്ചകളൊക്കെയാണ് ഇത്. കണ്ടില്ലേ കല്ലാറ്, ഞാൻ ഇതുകൊണ്ടാണ് പറഞ്ഞത് കല്ലാറ് എന്ന് പറയുന്ന പ്രദേശത്ത് മീൻമുട്ടി എന്ന് പറയുന്നൊരു വാട്ടർഫാൾ. ഇതൊക്കെ കൊണ്ടാണ് അവിടെ കല്ലാറ് എന്നുള്ള പേര് വരാൻ കാരണം കണ്ടില്ലേ അവിടെയായിട്ട് കല്ല്. പിന്നെ പോകുന്ന വഴിക്ക് നമുക്ക് കുരങ്ങന്മാരെയും അതുപോലെ തന്നെ മറ്റേ നമ്മളെ മലയണ്ണാനെയൊക്കെ കാണാനായിട്ടുള്ള ഒരവസരം കിട്ടി. നമ്മൾ ഏകദേശം അവിടെ എത്തിയിട്ടുണ്ട്. പാർക്കിങ്ങിലെത്തി. പാർക്കിങ്ങിൽ നിന്ന് ഇനി ഒരുപാട് ദൂരം നമുക്ക് നടക്കാനുണ്ട്. ഏകദേശം ഒരു 1.5 കിലോമീറ്ററോളം നടന്ന് ഈ അഡ്വഞ്ചറസ് ആയിട്ടുള്ള ട്രിപ്പിൽ ഇതുപോലെ ഇങ്ങനെ നടന്ന് മുകളിലോട്ട് കയറി ഇങ്ങനെ പൊക്കോണ്ടിരിക്കണം. ഒരുപാട് ദൂരം ഇതാണ്. 1.5 കിലോമീറ്റർ ഏകദേശം ഇതുപോലുള്ള പാതകളിലൂടെ വേണം കടന്ന് നമുക്ക് പോകാനായിട്ട്. അപ്പോൾ നമ്മൾ ഒട്ടും സമയം കളയാണ്ട് തന്നെ നടന്ന് നേരെ ആ ഒരു വെള്ളച്ചാട്ടം എന്നുള്ള ഒരു മഹാവിസ്മയം നമ്മുടെ ട്രിവാൻഡ്രത്തുള്ളത് കാണാൻ വേണ്ടി പോവുകയാണ്. നമ്മുടെ പാറൂട്ടി സേഫായിരുന്നു കേട്ടോ. പാറൂട്ടി എൻ്റെ തോളിലായിരുന്നു യാത്ര മുഴുവൻ. ഇപ്പോൾ പാറൂട്ടി എൻ്റെ കൂടെ ഉണ്ട്. ബാക്കി നമ്മൾ പോണ വഴിക്ക് ഇല്ല. നമ്മുടെ ജഗതി ചേട്ടൻ പറഞ്ഞതുപോലെ ഈ ഫോറസ്റ്റ് മുഴുവൻ കാടാണല്ലോ എന്ന് പറഞ്ഞ ഈ ഒരു ഡയലോഗാണ് എനിക്ക് ഓർമ്മ വന്നത്. അപ്പോൾ പാറൂട്ടിൻ്റെ മുകളിലിരുന്ന് അവിടെ ഇവിടെയൊക്കെ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവൾ വേലത്തിനകൾ കാണിക്കുന്നുണ്ട് മുകളിലിരുന്നിട്ട്. അവൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു എൻ്റെ തോളിലിരുന്ന് ഇങ്ങനെ യാത്ര ചെയ്യാൻ. പോണ വഴിക്ക് നമ്മളൊരു കുരങ്ങനെയൊക്കെ കണ്ടു. പാറൂസിനെയും കാണിച്ചു കൊടുത്തു. പോണ വഴിക്ക് ഇഷ്ടംപോലെ കുരങ്ങുകളുണ്ടായിരുന്നു. നമ്മൾ കുരങ്ങൻ്റെ അടുത്ത് നിന്നൊരു ചെറിയ സെൽഫി കണക്കൊക്കെ എടുത്തു. പാറൂസും ഞാനും അതുപോലെ തന്നെ ഷിജിമാമനും ഉണ്ടായിരുന്നു. ആ മനോഹരമായ ദൃശ്യം പകർത്തിയതിന് ശേഷം നമ്മൾ വീണ്ടും ഇതുപോലെ ഇങ്ങനെ യാത്ര തുടങ്ങി. അങ്ങോട്ട് പോകുമ്പോൾ പാവം അമ്മ വാങ്ങി ഡാൻസ് കളിച്ചൊക്കെയാണ് പോയത്. തിരിച്ചു വന്നപ്പോൾ പാവം ജസ്റ്റ് ഒന്ന് കാല് ചറുക്കി. കാലിന് ചെറിയൊരു ഫ്രാക്ചർ, വലിയ ഫ്രാക്ചറല്ല എന്നാൽ ചെറുതായിട്ടൊന്ന് കാല് തെറ്റി അങ്ങനെ ചെറിയൊരു ഫ്രാക്ചർ ആയിട്ടുണ്ട്. പാവം മാമി ഭയങ്കരമായിട്ട് സന്തോഷിച്ചായിരുന്നു ഈ ഒരു ട്രിപ്പിൽ വന്നത്. തിരിച്ചു വന്നപ്പോഴത്തേക്ക് അങ്ങനെ ഒരു വിഷമം നമുക്ക് തട്ടിയിട്ടുണ്ട്. അതൊക്കെ പോട്ടെ, നമുക്ക് ബാക്കി വ്ളോഗ് കാണാം. അപ്പോൾ ഇതുപോലുള്ള കണ്ടില്ലേ ഈ ഒരു തടാകം അല്ലെങ്കിൽ ഈ ഒരു ആറ് കടന്നു വേണം നമുക്ക് ആ ഒരു മീൻമുട്ടി എന്ന് പറയുന്ന വാട്ടർഫാളിൻ്റെ മെയിൻ ലൊക്കേഷനിലേക്ക് എത്താൻ. അപ്പോൾ ആ ഒരു ആറ് കടന്നപ്പോൾ തന്നെ എനിക്ക് നമ്മുടെ പാറൂസിനെ തോളിൽ കൊണ്ടുവരാൻ പറ്റില്ല. കാരണം റോപ്പൊക്കെ കടന്നു വരണമായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ പാറൂസിനെ അച്ഛൻ്റെ കയ്യിലോട്ട് കൈമാറിയായിരുന്നു. അച്ഛനാണ് ഇപ്പോൾ പാറൂസിനെയും കൊണ്ട് യാത്ര തുടങ്ങിയേക്കുന്നത്. അച്ഛനും പാറൂസും ഒക്കെ കയറി പോകുന്നുണ്ട്. അപ്പോൾ ഇതുപോലുള്ള കാട് പോലുള്ള സ്ഥലത്തൂടെയൊക്കെ കടന്ന് നമ്മൾ ഏകദേശം ഇത് നമ്മൾ ആ ഒരു മീൻമുട്ടി വാട്ടർഫാളിൻ്റെ മെയിൻ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. ഏകദേശം 1.5 കിലോമീറ്ററോളം നടന്നിട്ടാണ് നമ്മൾ ഈ ഒരു ലൊക്കേഷനിൽ എത്തിയത്. ആ ഒരു സന്തോഷം എല്ലാവരുടെ മുഖത്തും കാണാനും ഉണ്ട്. അപ്പോൾ നമ്മൾ അധിക നേരമൊന്നും അവിടെ നിന്നില്ല. കുറച്ച് നേരം അവിടുത്തെ ദൃശ്യ ഭംഗി ഒക്കെ ഒന്ന് പകർത്തിയിട്ട്
നമ്മൾ അപ്പോഴേ അവിടെ നിന്ന് തിരിച്ച്, കാരണം വേറൊന്നുമല്ല, പൊന്മുടിയിലേക്ക് കടക്കാനുള്ള പാസ് എടുക്കണം. അപ്പോൾ അത് 4 മണി വരെ അവർ പാസ് കൊടുക്കത്തുള്ളൂ. 4 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ പാസ് കൊടുക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ 4 മണിക്ക് മുമ്പ് പൊന്മുടി പിടിക്കാനുള്ള തത്രപ്പാടിലാണ് നമ്മൾ ഇറങ്ങിയത്. അപ്പോൾ തിരിച്ചിറങ്ങിയതിൻ്റെ സന്തോഷം, നമ്മൾ അമ്പൂട്ടൻ എണീറ്റിട്ടുണ്ട്. അമ്പൂട്ടൻ എണീറ്റ് അമ്പൂട്ടനെ ഓണായിട്ടുണ്ട്. പാറുവിനെ പോലെ തന്നെ ഇതാണ് നമ്മുടെ അമ്പൂട്ടൻ. അമ്പൂട്ടൻ എൻ്റെ അളിയനാണ്, നമ്മുടെ വിനീത് മാമൻ്റെ മോനാണ്. അതുപോലെ തന്നെ പാറൂട്ടി എൻ്റെ മുറപ്പനാണ്. പാറൂട്ടി നമ്മുടെ ഷിജുമാമൻ്റെ മോളാണ്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് മീൻമുട്ടിയിൽ നിന്ന് തിരിച്ചിട്ടുണ്ട്. മീൻമുട്ടിയിൽ നിന്ന് കയറി നേരെ റൈറ്റ്, പിന്നെ നേരെ നമ്മൾ പൊന്മുടിയിലേക്കാണ് വെച്ച് പിടിക്കുന്നത്. 4 മണിക്ക് മുമ്പ് അവിടെ എത്തണം. എത്തിക്കഴിഞ്ഞ് പാസ് കിട്ടുമെന്നുള്ള കാര്യമൊക്കെ നമുക്ക് ഡൗട്ടാണ്. നേരെ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമ്മുടെ ഷിജുമാമൻ വണ്ടി വിടുന്നുണ്ട്. കാരണം കുറച്ച് സമയം കൂടെ ഉള്ളൂ 4 മണിയാവാൻ. ഏകദേശം നമ്മൾ ആ ഒരു പാസ് കൊടുക്കുന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഭാഗ്യത്തിന് നമുക്ക് ഇവിടെ എത്തിയപ്പോഴത്തേക്കും ടിക്കറ്റ് കിട്ടി. നമ്മൾ 10 പേരും പിന്നെ 2 വണ്ടിയാണ് ഉണ്ടായിരുന്നത്. അതിനുള്ള ടിക്കറ്റും എടുത്ത് പൊന്മുടി കയറാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പൊന്മുടിയിലേക്ക് കയറുവാണ്. നമ്മളങ്ങോട്ട് പോണ വഴിക്ക് തന്നെ ഇതുപോലുള്ള നല്ല നല്ല ഭംഗിയായിട്ടുള്ള കാടും മലയും ഒക്കെ കടന്നു വേണം പൊന്മുടി എത്താനായിട്ട്. ഏകദേശം 22 ഹെയർ പിൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ പോണ വഴിക്ക് തന്നെ കാർ ഒതുക്കി, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെയാണ് ഫുഡ് കൊണ്ടുവന്നത്. കാർ ഒതുക്കി ഇതുപോലെ ഇങ്ങനെ എല്ലാവരും കൂടെ ചേർന്ന് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് നിർത്തിയിരിക്കണം. അപ്പോൾ നമ്മൾ അമ്പൂട്ടൻ ഇങ്ങനെ നമ്മുടെ കാറിൻ്റെ ഡ്രൈവ് സീറ്റിൽ ഇങ്ങനെ ഇരിപ്പുണ്ട്. അമ്പൂട്ടൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവനെ ഈ വണ്ടി ഓടിക്കാനും അതുപോലെ തന്നെ വണ്ടിയോടൊക്കെ ഭയങ്കര പ്രാന്താണ്. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ എന്താ ചെയ്യുക, എല്ലാവരും കൂടെ ഇങ്ങനെ എല്ലാവരും പാത്രത്തിലായിട്ട് ഫുഡൊക്കെ എടുത്ത് ഇങ്ങനെ വഴിയോരത്ത് നിന്ന് കഴിക്കുന്നതിൻ്റെ ഒരു ഫീല്, അത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെയാണ് കേട്ടോ. നിങ്ങൾ ഇനി പൊന്മുടിയിൽ പോകുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ ശ്രമിക്കുക. നമ്മൾ അവിടെ നിന്ന് കഴിച്ചിട്ട് നേരെ വണ്ടി എടുക്കും. തുടർന്ന് ഹെയർ പിൻസ് കയറാനായിട്ട് തുടങ്ങി. ഏകദേശം 22 ഹെയർ പിൻസ് നമുക്ക് കയറി പോകാനായിട്ടുണ്ട്. ഹെയർ പിൻസ് കയറാൻ തുടങ്ങിയപ്പോൾ തന്നെ ചെറുതായിട്ട് നമ്മുടെ കോടമഞ്ഞൊക്കെ കയറി വന്ന് തുടങ്ങി. അപ്പോൾ അതൊക്കെയാണ് ഞാൻ നിങ്ങളിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ മുകളിലോട്ട്, അതായത് പൊന്മുടിയുടെ മെയിൻ സ്പോട്ടിലേക്ക് കയറി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇടതുവശത്തായിരുന്നാലും വലതുവശത്തായിരുന്നാലും കയറി പോകുന്നതനുസരിച്ച് ഇങ്ങനെ മഞ്ഞിങ്ങനെ കയറി കയറി വന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഉറപ്പാണ് നമ്മൾ മുകളിലെത്തുമ്പോൾ എന്തായിരുന്നാലും നല്ലതുപോലെ കോടമഞ്ഞ് കാണാൻ ചാൻസ് ഉണ്ടെന്നുള്ള കാര്യം എനിക്ക് എത്താറായപ്പോഴേക്കും ഇതണക്ക് റോഡൊക്കെ മഞ്ഞുകൊണ്ട് മൂടാൻ തുടങ്ങിയിട്ടുണ്ട്. കണ്ടില്ലേ, അപ്പുറം ഇപ്പുറമൊക്കെ നല്ല രീതിക്കില്ല. നമ്മൾ തീയൊക്കെ കത്തിക്കുമ്പോഴത്തേക്ക് കൂട്ടിയിട്ട് കരിയില കത്തിക്കത്തില്ല, ആ സമയത്തുണ്ടാകുന്ന പുക പോലെ റോഡ് മുഴുവനും മഞ്ഞുകൊണ്ട് നിറയാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ഫ്രണ്ടിലെ പോകുന്ന കാറ് കണ്ടോ, അതിലുള്ള കുട്ടികൾ പോലും ഓപ്പൺ വിൻഡോ, അതായത് നമ്മുടെ സീലിങ്ങിലെ വിൻഡോ ഒക്കെ ഓപ്പൺ ചെയ്ത് അതുവഴിയൊക്കെ ആ ഒരു മഞ്ഞൊക്കെ ആസ്വദിച്ച് പോകുന്നുണ്ട്. ഇന്ന് അവധി ദിവസം ആയതുകൊണ്ട് തന്നെ ടൂറിസ്റ്റുകൾ ഒരുപാടുണ്ടായിരുന്നു. മാത്രമല്ല ചെറിയൊരു മഴ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആ ഒരു മഴ പെയ്തത് കൊണ്ട് തന്നെ നല്ല രീതിക്ക് കോട വീണിട്ടുണ്ട്. റോഡ് കാണാൻ പറ്റാത്ത രീതിക്ക് കോട വീണിട്ടുണ്ട്. ഇതിപ്പോൾ ക്യാമറയിൽ ഇത്രയും കാണാൻ പറ്റുന്നുണ്ട്, പക്ഷെ നേരിട്ട് ഇത്ര പോലെ റോഡ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ആ ഒരു സമയത്ത് ഞാനത് പറയുകയും ചെയ്തതായിരുന്നു. കാരണം ക്യാമറയ്ക്കകത്ത് നമുക്ക് നന്നായിട്ട് റോഡ് കാണാൻ പറ്റുന്നുണ്ട്, പക്ഷേ നമ്മുടെ നേക്കഡ് ഐസ് കൊണ്ട് റോഡ് കാണാൻ വലിയ പാടായിരുന്നു. കാരണം മഞ്ഞിങ്ങനെ കയറി വരുന്നതുകൊണ്ട് തന്നെ നല്ല പാടായിരുന്നു നമുക്ക് റോഡ് കാണാനായിട്ട്. അപ്പോൾ ഇതുവരെയും പൊന്മുടിയിലോട്ട് വന്നിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഇനി വരിക. അതും നിങ്ങളൊരു 4 മണിക്ക് ശേഷം വന്നാൽ മാത്രമേ ഇത്രയും കോടമഞ്ഞ് കാണാൻ പറ്റത്തുള്ളൂ. ഉച്ചയ്ക്കൊക്കെ വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റത്തില്ല. ഒരു 4 മണി ആ ഒരു ടൈം ആകുമ്പോഴത്തേക്ക് ഉറപ്പായിട്ടും ഇതുപോലെ ചെറുതായിട്ടെങ്കിലും മഴ പെയ്യും. മഴ പെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഇത്തരം കോട നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. പൊന്മുടിയുടെ അഴകെന്ന് പറയുന്നത് തന്നെയാണ് ഇത് കണക്കുള്ള കോടമഞ്ഞ് എന്ന് പറയുന്നത്. നമ്മുടെ ആ ഒരു പാട്ട് തന്നെ എനിക്ക് ഓർമ്മ വരുന്നുണ്ട്, മറ്റേ കോടമഞ്ഞ് ഓഹോ താഴ്വരയിൽ ഓഹോ. അപ്പോൾ ഞാൻ പറഞ്ഞത് ഈ പാട്ടാണ്. ഈ പാട്ട് ചിത്രീകരിച്ചിരിക്കുന്നത് നമ്മുടെ ഈ ഒരു പൊന്മുടിയിൽ തന്നെയാണ്. അപ്പോൾ ഇന്ന് അവധി ദിവസമായിട്ട് തന്നെ ഒരുപാട് കുട്ടികളും അതുപോലെ തന്നെ സ്കൂളിൽ നിന്നും കോളേജിൽ നിന്നും ഒക്കെ ഒരുപാട് കുട്ടികൾ പൊന്മുടിയിലുണ്ടായിരുന്നു. നമ്മൾ പൊന്മുടി മെയിൻ സ്പോട്ടിലേക്ക് എത്താറായിട്ടുണ്ട്.
പരസ്പരം അങ്ങോട്ട് ഒരു കാണാൻ വയ്യാത്ത രീതിക്ക് ഫുള്ള് മഞ്ഞോണ്ട് മൂടി ഒരു മഴ പെയ്ത കാരണം. അച്ഛനും അമ്മയും അതുപോലെ തന്നെ വിനീത് മാമനും വൈഷ്ണവി മാമിയും അതുപോലെ തന്നെ നമ്മളെ പൊടിയും ഒക്കെ മറ്റേ വണ്ടിയിലായിരുന്നു. അപ്പോൾ അവരൊക്കെ നടന്നു വരുന്നതാണ് ആ കണ്ടത്. കണ്ടില്ലേ, ഇന്ന് നല്ലതുപോലെ തിരക്കുണ്ടായിരുന്നു. പൊന്മുടിയിൽ അവധി ദിവസമായതുകൊണ്ടാണ്. കൈ വയ്യ ഫാറൂസ് എന്തോന്ന് കാണിക്കുന്നത്? ഫാറൂസ് എന്തോന്ന് കാണിക്കുന്നത്? മഞ്ഞ് നമ്മളെ അതെ അമ്പൂട്ടോ അമ്പൂട്ടോ ഏ എല്ലാവരും കാണും. എവിടെ പോലും ചെടി പറിക്കാനായിട്ട് ഇറങ്ങാൻ കുറെ എണ്ണം കണ്ടേട്ടാ. പൊന്മുടിയുടെ സൗന്ദര്യമൊക്കെ ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ വീണ്ടും മഴ പെയ്തു. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ കയറി ഒരു കുടക്കീഴിൽ കയറി നിൽക്കുകയാണ്. പൊന്മുടിയുടെ സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് നമ്മളിങ്ങനെ തിരിച്ച് ഇറങ്ങുവാണ്. അപ്പോഴത്തേക്കാണ് ഒരുപാട് പേര് ഇതുപോലെ വന്ന് ആ ഒരു സൗന്ദര്യം ആസ്വദിക്കുന്നത് കണ്ട്. അതിനിടയിൽ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ഇല്ല, ഹണിമൂൺ വന്നതുപോലെ എൻ്റെ അച്ഛനും അമ്മയും സെപ്പറേറ്റ് ആയിട്ട് നടന്നു വരുവാണ്, അവർ രണ്ടുപേരും മാത്രമായിട്ട്. അപ്പോൾ നമ്മൾ തിരിച്ചിറങ്ങുവാണ്. ഫാറൂസേ നമ്മള് പൊന്മുടിയിൽ നിന്ന് തിരിച്ചു പോകാൻ പോകുന്നു. ബൈ. അപ്പോൾ ഇതാണ് നമ്മുടെ പൊന്മുടി വിശേഷം. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ. മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ഓക്കെ.